ഹലോ, അപ്പം നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത്ര നേരം നല്ല വെയിലായിരുന്നു. ഇപ്പം ഇത്തിരി മഴ വരും പോലെയൊക്കെ ഉണ്ട്. ബാക്കിൽ വന്ന് ഇങ്ങനെ ചുമ്മാ നോക്കി നിൽക്കട്ടെ. നല്ല തലവേദന, ഒരു ഉഷാറില്ല എന്നറിയില്ല. വെറുതെ ഇങ്ങനെ വീഡിയോ കാര്യങ്ങൾ പറഞ്ഞ് ഫോണിൽ എഡിറ്റിംഗ് ഒക്കെ നോക്കില്ല, അതുകൊണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇതാ ഉള്ളിലോട്ട് പോട്ടെ, എന്തെങ്കിലും നോക്കട്ടെ. ഫൈക്കുട്ടൻ വരാനായി. പൊന്നൂസ് ഉച്ചയ്ക്ക് വന്ന്, അവൾ ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞ് നേരത്തെ വരുന്നുണ്ട്. പക്ഷെ അവൻ വൈകുന്നേരമാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ അത്തമൊക്കെ നല്ലപോലെ വെളുത്തിട്ടുണ്ട്. ഓണം കറുക്കുമെന്ന് നമുക്ക് നോക്കാം, കണ്ടിരുന്ന് കാണാം. ഞാൻ ഉള്ളിലോട്ട് കയറുമ്പോഴേക്കും പൊന്നൂസ് ഇതാ കട്ടൻ കാപ്പി പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ കറണ്ട് അടുപ്പിൽ കാപ്പി വെച്ച് അങ്ങനെ ഞങ്ങൾ 3 ഗ്ലാസ് എടുത്ത്. പിന്നെ ഒരു സംഭവം ഉണ്ട്, ഇപ്പോൾ കാണിച്ചു തരാം. 3 ഗ്ലാസ്സിൽ കാപ്പി ഒഴിച്ചതാ പോവാൻ നിൽക്കണം. ഫൈമോൻ എത്തിയിട്ടില്ല. ഫൈമോനെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സമയമില്ല. എനിക്ക് നല്ല തലവേദനയുണ്ട്. ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. രാവിലെ വെച്ച കടലക്കറിയാണിത്. അതിന് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തു. അതിലെ കടല മാത്രം എടുത്ത് ഉള്ളി കാര്യങ്ങൾ മല്ലിയിലിട്ട് എൻ്റേതായ സ്പെഷ്യൽ ചെയ്തു. പക്ഷെ സംഭവം പൊളിയായിട്ടാണ്. അങ്ങനെ അതൊക്കെ കൊണ്ട് ഞങ്ങളിതാ ബാക്കിലോട്ട് പോയിട്ടുണ്ട്. ഫൈമോൻ ഇപ്പോഴും എത്തിയിട്ടില്ല. സമയം വൈകിക്കണു. അവൻ 3:40-45 ആ ടൈമിലൊക്കെ ഉണ്ട് അവൻ വരിക. പൊന്നൂസ് പറയണ്ടേ എനിക്ക് വിശക്കണമോ, അവൻ വരാൻ കാക്കണം, നമുക്ക് തിന്നാന്നൊക്കെ പറയട്ടെ. എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ കടലക്കറി ആണെങ്കിൽ അവൾക്ക് സംഭവം കാര്യം ഇഷ്ടപ്പെട്ടു. അവൾ അങ്ങനെ അവിടെ ഇരുത്തിയിട്ട് കാക്ക എന്തെങ്കിലും വന്ന് നായ എന്തെങ്കിലും വന്ന് എടുത്തിട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ ഇരുത്തിയിട്ട് ഞാനിതാ ഫൈമോനെ നോക്കാൻ വേണ്ടി വന്ന് എവിടെ അവനെ കാണാനില്ല. അങ്ങനെ തിരിച്ച് ഞാൻ അവിടെ തന്നെ പോയിരുന്നു. എനിക്കാണെങ്കിൽ നല്ല തലവേദന. കാപ്പി ചൂടാറിയ പിന്നെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അവളൊക്കെ പിന്നെ തണുത്താറിയിട്ട് കാപ്പി കുടിക്കുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. അവളിതാ വെയിറ്റ് ചെയ്തിരിക്കണം. എല്ലാവരും കൂടെ കഴിക്കുന്നതാണ് സന്തോഷം എന്ന് പറഞ്ഞിട്ട് അവൾ എപ്പോഴും പറയലുണ്ട്. അങ്ങനെ അവൻ്റെ വണ്ടി വന്നു. എന്നിട്ട് എന്ത് കാര്യം, രാവിലെ അവനിക്ക് ഫീസ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി 5 രൂപയ്ക്ക് മുട്ടായി വാങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്ന് എൻ്റെ കാല് വേദനിക്കുന്നു. അങ്ങനെ അവൻ അതിന് കടയിൽ പോയി ഇതാ വന്ന്. ഈ നായ്ക്ക് നല്ല സ്നേഹട്ടോ. അവർ നല്ല തിന്നാനൊക്കെ കൊടുത്തിട്ട് അവർ വരുമ്പോൾ ആ നായി പോവും. അങ്ങനെ അവൻ വരുന്ന വഴി തന്നെ 5 രൂപയ്ക്ക് ലേസുമായിട്ടാണ് വരുന്നത്. ഇതറിഞ്ഞാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യില്ലായിരുന്നു. പക്ഷേ ലേസ് തിന്നാൻ അധികം ഞാൻ കൊടുക്കലില്ല. പക്ഷെ രാവിലെ അവൻ പെർമിഷൻ വാങ്ങിയിട്ടാണ് പോയി. ഞാൻ ബാക്കിക്ക് വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് കെഞ്ചിട്ടാണ് പോയി. അപ്പോൾ പോട്ടെ വാങ്ങിച്ചോന്ന് പറഞ്ഞ് വിട്ട്. പിന്നെന്താ അങ്ങനെ നേരെ വന്ന് ഞാൻ പറഞ്ഞു ഇപ്പം ലേസ് തിന്നാൻ പറ്റില്ല, ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇത് തിന്നാം. പിന്നെ അവൻ വരുമ്പോഴേക്കും ഞങ്ങൾ ഏകദേശം ഒന്ന് കാലിയാക്കി. ഞാൻ മുഴുവൻ കഴിച്ചില്ല, പക്ഷെ പൊന്നൂസ് കഴിച്ചിട്ടോ. അവൾക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. അവൻ്റെ വണ്ടിയൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് ആ കള്ളച്ചിരി. കാപ്പി പിന്നെ ആരടി കുടിച്ചു, ഞാൻ കാപ്പി ചൂടോടെ കുടിച്ചു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വൈകുന്നേരത്തെ കൊച്ചു വിശേഷങ്ങൾ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഒരു കുഞ്ഞു കമൻറ്റ് ഇട്ടിട്ട്